ഇത്ര വർഷങ്ങളായിട്ട് സിനിമ ആണ് ഉപജീവനം എന്ന് കരുതി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ. അവൻ നമ്മളെ കുറിച്ച് പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ ഇടയ്ക്കാണ് ഇത്രയും വർഷം ജോലി ചെയ്യുന്നത് ധരിക്കുന്നത്. അത് വലിയൊരു ഇരട്ടലുണ്ടാക്കുന്ന കാര്യവും. അങ്ങനെയല്ല സിനിമ. സിനിമയിൽ ഇങ്ങനെ മാത്രം സംഭവിക്കുന്ന ഒരു മേഖലയല്ല സിനിമ. ഇവിടെ അന്തസ്സോടുകൂടി പുരുഷനും സ്ത്രീയും ഒരുമിച്ച് കൈകോർത്ത് നിന്നുകൊണ്ട് കൂട്ടായത് ഒരു എന്താ പറയുക ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. അത് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഇവിടെയും അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്, എല്ലാം വേണ്ട. പക്ഷെ അതിനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യവസ്ഥ സർക്കാർ തലത്തിൽ, അതുപോലെ അമ്മ സംഘടന വേണം ആദ്യം എടുക്കാൻ. പഠനക്കാരൊക്കെ ആണെങ്കിൽ എന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ടുവരാൻ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഞാൻ ചാനലിലായതുകൊണ്ട് അനുവാദം കിട്ടും. പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവില്ല. പിന്നെ എന്റെ ചേച്ചിമാര് അല്ലെങ്കിൽ എന്റെ അമ്മ, എന്റെ അച്ഛൻ, ഇപ്പൊ എന്റെ അങ്ങളും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 2 ദിവസത്തിനകം വന്ന് നോക്കും. അപ്പോ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരു ഒരു തോന്നൽ കൂടെ എല്ലാവർക്കും ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കുന്നതല്ല. അമ്പയിലും ഓരോ അംഗങ്ങളും, കാരണം ഇത് സമൂഹത്തിൽ വലിയ ഒരു കൊണ്ടാണ്. ഒരു അന്യഭാഷ എന്നുള്ളൊരു നടി പറയുക എന്നൊക്കെ പറയുമ്പം അവര് എന്തായിരിക്കും അവരുടെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സംഘടന ശക്തമായി ഇതിനെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച് സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളതിന് സർക്കാർ തലത്തിൽ വിമൻസ് കൺവെൻഷനെ എടുത്തിട്ടുണ്ട്. കക്ഷിയായിട്ട് ചേർത്തുകൊണ്ടാണ് ഇപ്പൊ കോടതി എടുത്തിരിക്കുന്നത്. കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഒരു കേസ്. അതുകൊണ്ട് ഇനി കോടതി പരിഗണിക്കട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കും. പിന്നെ അത് എവിടെ വരെ വ്യാപിക്കുമെന്ന് അറിയാൻ പറ്റില്ല. കാരണം പല സ്ത്രീകളും ഇന്നിപ്പോ പാൻ ഇന്ത്യയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അമ്മയും പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞു, സർക്കാരും പറയുന്നു, എല്ലാവരും പറയുന്നു. പരാതിയുള്ള സ്ത്രീകൾ ഈ സമയത്ത് രംഗത്ത് വരിക. നിങ്ങളുടെ പേരുകൾ പുറത്തു പറയില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുക, അതിനെതിരെ ശക്തമായ നിലപാട് എടുക്കുമെന്ന് പറയുന്ന ഈ സമയം ഒരു വാക്ക് വിശ്വസിച്ച് ഒത്തിരി സ്ത്രീകൾ ഒരു കൂട്ടമായിട്ട് മുന്നോട്ട് വരിക. പല ഭാഷയിൽ നിന്നായിരിക്കും. അതുകൊണ്ട് പലതരത്തിലും പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അമ്മ സംഘടന, ഞാനൊരു അമ്മയിലെ ആയുഷ്കാലം കണ്ടെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അമ്മ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ ഇന്നലെ മറ്റാരുടെയും ഒന്നും കാണാൻ പറ്റില്ല എനിക്ക്. പക്ഷെ സിറ്റിംഗ് സംസാരിച്ചത് മാത്രം ഞാൻ ഡബിങ്ങിലായിരുന്നു, കുറച്ച് സമയം കേട്ടു. അപ്പൊ ഒരു ആദ്യത്തെ ഒരു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒഴികെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് അതേ രീതിയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അതങ്ങനെ ആയിരിക്കും ഇല്ലായിരിക്കും അങ്ങനെ പറയാം. ഒരു സ്ത്രീ തന്നെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും പിന്നെ മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ചുമ്മാ ആരെങ്കിലും വൈരാഗ്യം തീർക്കാൻ പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞാൽ പോലെ ഇതങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനതിന്റെ ആ സ്ത്രീകളുടെ എല്ലാ ഒപ്പം ഞാൻ എന്നും ഉണ്ടാവും. ഇത് എന്റെ ഒരു നടി എന്നുള്ള നിലക്കുള്ള നിലപാടാണ്. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. അതിൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇന്നിപ്പോ അൻസിബ പറഞ്ഞതും പലരും എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത ഫീൽഡ് അതല്ല, ഏറ്റവും പരിചയമുള്ള ആൾക്കാർ തന്നെ ആയിക്കോട്ടെ. ഒരാളെയും നമ്മൾ പൊതുവേദി കാണുന്നത് പോലെ ആയിരിക്കത്തില്ല എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാളുടെ ഒരു റൂമിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ ഒരാളെ കൂടെ കൊണ്ടുപോകണം. അതല്ലെങ്കിൽ അമ്മ സംഘടനയിൽ ഒരു നിയമം ഉണ്ടാകണം. ഇപ്പം വിമൻസ് വിങ് തുടങ്ങി, അവരെല്ലാം കൂടെ കൂട്ടായ്മയായിട്ട് തീരുമാനം എടുക്കട്ടെ. എങ്ങനെ പോയാലും നിങ്ങൾ പൊതുവായിട്ടുള്ള ഒരു വേദിയിലോ സദസ്സിലോ ആണെങ്കിൽ വേണ്ട, ഒരാളിന്റെ റൂമിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഒരാൾ ഉണ്ടാവണമെന്നൊരു നിയമം പോലെ വയ്ക്കും. ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. കാരണം അവർക്ക് ഈ എന്താ പറയുന്ന ചിലപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്ത പെൺകുട്ടികളായിരിക്കും വരുന്നത്. വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അവര് പഠിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമാണ്. ഉമ്മാന്റെ പേരെന്ന് പറഞ്ഞ പടത്തിലെ പെൺകുട്ടി അങ്ങനെ വന്നത്. അവര് വലിയൊരു തിയേറ്റർ ഓണറിന്റെ മോളാണ്. പക്ഷെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ജയിച്ച് കാണിക്കാൻ വന്നതെന്നാ പറഞ്ഞു. അപ്പോ ഇവിടുന്ന് നല്ല പെരുമാറ്റവും നല്ല കാര്യങ്ങളിലേക്കും ആ സന്തോഷവും ഉത്സാഹവും കുട്ടിക്ക് വരും. ഇത് അതൊന്നും വെച്ചാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ഇങ്ങനെയുള്ള അനുഭവമാണെങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ നിൽക്കുന്ന സംഘടനയായിട്ടുള്ള അമ്മ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. എല്ലാ അംഗങ്ങളുടെ അഭിപ്രായം ആരായണം, നിർദ്ദേശങ്ങൾ അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക. എല്ലാം കൂടി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും അമ്മയിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റും. ഒരു എന്താ പറയുക, ഞങ്ങളൊരു സംഘടനയാണ്, ഞങ്ങൾക്ക് നിയമപരമായി അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഒന്നത് കോടതി ഏറ്റെടുത്ത കാര്യം, 2 ഒരു ആർട്ടിസ്റ്റിനെ അകറ്റി നിർത്താൻ അമ്മ സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ
ഈ അവരുമായി സഹകരിക്കുന്നവരുമായിട്ട് അമ്മ മുന്നോട്ട് സഹകരിക്കില്ലെന്ന് പറയാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ അറിയുന്നവരെ ശിക്ഷിക്കാവും, അല്ലേ? അപ്പൊ ഇതുവരെയുള്ള അമ്മ സംഘടന നിലപാട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇരയ്ക്കൊപ്പവും അഫക്റ്റഡ് ആയവർക്കൊപ്പം അമ്മ സംഘടന നിൽക്കും. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അത് തന്നെയാണ് എന്റെ നിലപാട്. ചേച്ചി, ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനത്തിലെ സിന്ധിക്ക് പറഞ്ഞത് ഇത്തരം ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളുടെ കാര്യം ചോദിച്ചപ്പോൾ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പരാമർശം ഉണ്ടായി. ഈ സ്ത്രീകൾ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതാണ് കമ്മീഷനിൽ കാണുന്നത്. അപ്പൊ അതിന് ഈ പുകമറ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുന്നത് ഒരു ശരിയായ നടപടിയാണ്. നിങ്ങൾ ഏറ്റവും മുതിർന്ന ഒരു വനിതാ ആർട്ടിസ്റ്റിനോടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, നമ്മള് ഈ വാക്കുകൾ എണ്ണിപ്പിറക്കി വെച്ച് നമ്മൾ തലക്കെട്ടായിട്ട് കൊടുക്കാതിരുന്നെങ്കിൽ എല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയല്ല, ഇത് എന്താ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾ കൊടുക്കുന്ന ഈ ആരോപണങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് പാനിക്കാവുന്നത് പുരുഷന്മാരാണ്. കാരണം നമ്മളെല്ലാവരും കൂടെ ചേർത്താണ് ഈ പറഞ്ഞേക്കുന്നത്. അത് എന്താണ് അതിനകത്തെന്നുള്ളത് വ്യക്തമായിട്ട് വരുന്നില്ല, ചിലർക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ അങ്ങനെ തോന്നുന്നു. അപ്പൊ നമ്മൾ ഇത്രയും പുരുഷന്മാരും മോശക്കാരായ ഒരു സ്ഥലത്താണ് എന്ന് പ്രേക്ഷകർ കരുതുന്നുണ്ടോ, സമൂഹം കരുതുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംഗതി വരും. അപ്പൊ അതുകൊണ്ട് ഉള്ള ചെറിയ വാക്കുകളൊക്കെ മാറിയതായിരിക്കും. ഇതൊരു തുടക്കമല്ലേ. നമ്മൾ അവരെ കുറ്റം പറഞ്ഞു ആരെയും കുറ്റം പറഞ്ഞ് നമുക്ക് സമയമില്ല. നമുക്ക് വേണ്ടത് ഈ സ്ത്രീകൾ, അവര് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരു വിഭാഗം സ്ത്രീകൾ ഒരുമിച്ച് പോയി നിന്ന് സർക്കാരിന് നിവേദനം കൊടുത്ത് ഇങ്ങനെ ഒരു കമ്മീഷൻ വേണം, ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് പറയണമെന്ന് പറയുമ്പോൾ അതിന് അത്രയും വലിയ കൊടുക്കണം. അത് നിസ്സാര സംഭവമേ അല്ല. പ്രത്യേകിച്ച് ഒരു അതിജീവിതം നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമായിട്ട്. അപ്പൊ ആ ഒരു പാനിക് സിറ്റുവേഷൻ കഴിഞ്ഞതായി ഇപ്പം വീണ്ടും നോക്കുമ്പോൾ അതിനേക്കാൾ ഒരു വലിയ സംഗതിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാ ഗൗരവവും കൊടുത്ത് തന്നെ സംഘടന മുമ്പോട്ട് നീങ്ങണം. കാരണം എനിക്ക് സർക്കാരിനോട് പറയാനോ കോടതിയോട് പറയാനോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടുന്ന സംഘടന എന്ത് നിലപാടെടുക്കുന്നു അത് അറിയണം. അത് വെച്ച് നീട്ടാൻ പറ്റില്ല. കാരണം ഇത് തന്നെ 4.5 കൊല്ലം കഴിഞ്ഞു. അതിന്റെ 2 കൊല്ലം മുമ്പ് നടന്നൊരു സംഗതി ഇപ്പോഴാണ് പുറത്തു വരുന്നത്, പല നിർബന്ധങ്ങൾക്ക് വഴങ്ങി എന്ന് പറയുമ്പോൾ ഇനി ഇതിന്റെ പേരിൽ അമ്മ സംഘടന കുറേശ്ശെ പഠിച്ച് അങ്ങനെ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ആ സ്ത്രീകളുടെ കൂടെ ഒറ്റക്കെട്ടായി ഉണ്ടാവും. അതുപോലെയുള്ള പരാതി പറയുന്ന സ്ത്രീകൾ, കാരണം ഞാനാണ് ഇപ്പോ എല്ലാ ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങൾക്കും സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് വിമൻസ് കമ്മീഷന്റെ ഒരു റെപ്പായിട്ട് നിൽക്കുന്നത്. അപ്പൊ പല പരാതികളും നമ്മൾ നേരിട്ട് പരിഹരിക്കുന്നുണ്ട്. ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് ഒരു മുറിക്കകത്ത് നടക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ലോ, ഓടിപ്പോകാൻ പറ്റത്തില്ല. നമ്മുടെ ചെവി വരുമ്പോഴേ കേൾക്കാൻ പറ്റുന്നു. അല്ലാതെ ഇപ്പൊ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് തീർച്ചയായും ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. പിന്നെ പ്രതിഫലത്തിന്റെ കാര്യം വ്യക്തമായ ഒരു എഗ്രിമെന്റോ സംഗതികളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ന്യായമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഇന്നല്ല എന്നായാലും ചെയ്യും. ഇപ്പൊ ഞാനിപ്പം കമ്മീഷന്റെ ആളായിട്ട് അല്ലെങ്കിൽ പോലും ആർട്ടിസ്റ്റായിട്ടും ഒരു സീനിയർ ആർട്ടിസ്റ്റായിട്ടും ചെയ്യും. അത് എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് കടന്നുറങ്ങാൻ നിർത്തിയില്ല, മുറിന്ന് പേടിച്ചിറങ്ങി ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ പാനിക്കാക്കുക. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ അത്രയും തന്നെ ഗൗരവത്തിൽ എനിക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്, ഇത്രയും വർഷം സിനിമയിൽ നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നോട്ടം പോലും ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞത് വലിയ കള്ളാവും. പക്ഷെ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായിരുന്നു. എന്റെ കൂടെ എന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, എന്റെ ബന്ധുക്കളും എന്റെ കുടുംബക്കാരും എല്ലാം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു സിനിമ അന്വേഷിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടതല്ല. അവര് റിയാക്ട് ചെയ്യുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. അപ്പൊ എങ്കിലും അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രമങ്ങളില്ലാന്നല്ല. ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ടേക്ക് എടുക്കുന്നു, പിന്നെ നമ്മളെ ഒന്നും ഒരു സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് അനുഭവം. പക്ഷെ അവരൊക്കെ മൺമറഞ്ഞു പോയവരുടെ കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാതെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നീട്ടരുതെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരാളില്ലാതായിട്ട് പിന്നെ അയാളെ കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞത് എന്താ കാര്യം? പക്ഷെ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. കഥകൾ വിട്ടാ സംഭവിച്ചിട്ടില്ല. കുട്ടികൾ എന്താ പറയുക, അത് തിരിച്ച് ഒരനുഭവം അവർക്കുണ്ടാവും എന്നുള്ളത് അറിയാവുന്നു, അങ്ങനെ ചെയ്യും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും മറ്റെല്ലാ മേഖലകളും കൂടുതൽ ഇവിടെ റൂമിൽ എത്തുന്നത് വരെ സ്ത്രീകൾ സുരക്ഷിതരാണ്. റൂമിൽ എത്തിക്കഴിഞ്ഞാൽ കൂടെ ആളിനെ നമ്മൾ താമസിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ സുരക്ഷയും കുറച്ച് നമ്മുടെ ഭാഗത്ത് വേണം. അല്ലാതെ പൊതുസ്ഥലത്ത് ജനലക്ഷങ്ങളുടെ മുമ്പിലുള്ള ജോലി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് പറഞ്ഞേക്കാം എന്നോട് അങ്ങനെ പെരുമാറുന്നു, എനിക്ക് താല്പര്യമില്ല. അതിനപ്പുറത്തോട്ട് നീങ്ങുന്നു കണ്ടു കഴിഞ്ഞാൽ സ്ഥലം വിടുകപ്പെടുന്നുള്ളതാണ്. അല്ലാതെയും പറ്റുപോവുകയാണെങ്കിലുള്ള അവസ്ഥയാണ് നമുക്ക് കൂടുതൽ ആവശ്യം. നമുക്ക് ഒരു സീനിയർ ആർട്ടിസ്റ്റ് പറയാൻ കഴിയും, ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടത് സംഘടനയാണ്. സംഘടനയുടെ പ്രതിബദ്ധത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണ്. അപ്പൊ കേരളത്തിലെ സിനിമ
ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ മാധ്യമങ്ങളിൽ പോലും മലയാള സിനിമയിലെ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വലിയ ഇതാകുന്നത്. ഇത് ഇങ്ങനെ സംഭവം കാണുമ്പോൾ ചേച്ചിക്ക് എത്രത്തോളം ദുഃഖമുണ്ടാകുന്നത്? ഇത് മലയാള സിനിമയുടെ ഒരു ഇത്തരത്തിൽ മോശം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നടി ആക്രമിക്കപ്പെട്ടു എന്നൊരു കേസ് വന്നപ്പം എന്തുമാത്രം നമ്മളോടൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മളാണ് അവിടുന്ന് വരുന്ന ഒരു വക്താവ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അവരുടെ സ്വഭാവം അങ്ങനെയാണ്, ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതങ്ങനെ ഇപ്പൊ നടുറോട്ടി വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ നിങ്ങൾ ആർട്ടിസ്റ്റൊക്കെ അവിടെ അഭിനയിക്കുന്നു. അപ്പൊ ഇപ്പോഴും അതേ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടെലിഫോണിൽ കൂടെ പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വരവിന് ജസ്റ്റ് മുമ്പ് ഞാനൊരു കോളേജ് ചെയ്തു. ഇവിടുത്തെ ഒരു മീഡിയ ചോദിക്കുന്നത്, மேடம் என்ன மேடம் இது உங்க ஊர்ல மட்டும் இப்படி எல்லாம் நடக்குது, எங்க ஊர்ல இருந்தெல்லாம் எவ்வளவு ஆர்டிஸ்ட் அங்க வந்து ஆக்ட் பண்றாங்க, அவங்க எல்லாம் சேஃபா இருப்பாங்களா? അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഇത്രയും വർഷം എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട മേഖലയേ അല്ല, മറ്റെല്ലാ മേഖലകളിലും എന്നതുപോലെ കുറെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സുരക്ഷിതരായിട്ട് ഒന്നും സന്തോഷ യാത്രയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആർക്കാണ് പരാതി ഇല്ലാത്തത്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന സ്ത്രീകളുടെ പരാതി. ഇപ്പം എന്താ പറയുക, ബസ് സ്റ്റാൻഡിൽ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ സ്ത്രീകൾക്ക് നല്ലൊരു ഇതില്ല എന്നുള്ള പരാതി. എല്ലാ സ്ഥലങ്ങളിലും പരാതികളുണ്ട്. പക്ഷെ ലൈംഗിക അതിക്രമം അത് എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം. ഈ സർക്കാരിന്റെ ഇപ്പൊ രണ്ട് പ്രതികരണങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നുണ്ട്, എല്ലാവരും കൂട്ടി ചർച്ച ചെയ്യാൻ. രണ്ടാമത് രേഖാമൂലം നിങ്ങൾ പരാതി നൽകും, ഞങ്ങൾ നോക്കാവുന്നതാണ്. ആ രണ്ട് മറുപടികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പര്യാപ്തമാണെന്ന് കരുതുന്നു. അല്ല, ജസ്റ്റിസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് രേഖ അല്ലേ? അത് ആ ഒരു വലിയ രേഖ വെച്ചിട്ടല്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ അറിയത്തില്ല. എനിക്ക് ആ ഒരു രേഖയുടെ പേരിലുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെന്താ ചോദിച്ചാൽ കോൺക്ലേവ് അവരെങ്ങനെയാ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ പാർവതി തന്നെ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ എന്നുള്ളത്. അപ്പം കൃത്യമായിട്ട് സർക്കാർ നൽകിയ ഇവരാണ് വേട്ടക്കാരും, ഇവരാണ് ഇരകൾ എന്നുള്ളത്. അപ്പം ഇത് രണ്ടും അവർക്കും അറിയത്തില്ല, അത് നിയമ കമ്മീഷന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതല്ല, കോൺക്ലേവില് സംഘടനകളുടെ വക്താക്കളായിരിക്കും ചിലപ്പം. അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ നമ്മളെങ്ങനെ ഒരു മറുപടി പറയും. അതായത് ഇപ്പൊ സർക്കാർ രഞ്ജിത്തിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് കഴിയുന്നത്? ഇപ്പൊ ഒരുപാട് കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ അവർക്കപ്പോ എന്ത് നടപടിയാണ് എടുക്കാനായിട്ട് സാധിക്കുക? ഒരു നടി ഓപ്പൺ ആയിട്ട് ഇപ്പൊ വന്ന് പറഞ്ഞേക്കുമല്ലേ രഞ്ജിത്തിനെതിരെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിലൊരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ സർക്കാർ അല്ല, അത് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരായിട്ട് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് അനുയോജ്യമാണ്. അതാണ് പ്രധാന കാര്യം. കാരണം ഇത് ഇത്രയും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ തന്നെ ഒരു ബഹളം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് പല സ്ത്രീകളും പല മാധ്യമങ്ങളും ഒക്കെ ശക്തമായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അവർക്ക് ഇത് ആലോചിക്കാനും കൂടിയാലോചിക്കാനും ഒരു സമയം വേണ്ടേ. പിന്നെ ഇതിന് തയ്യാറാവുന്നപ്പോ എന്നെ കുറിച്ചൊരു കുറ്റം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനായിരിക്കണം പറയേണ്ടത്, എനിക്ക് വേണ്ട എനിക്ക് ആ സ്ഥാനം, ഞാൻ മാറി ഞാൻ ഇത് നേരിടാം. അതായത് അതിന് കൂടുതൽ പക്വത, അതായിരിക്കും കൂടുതൽ ഒരു പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ എളുപ്പം അതായിരിക്കും. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ താൻ തെറ്റുകാരനല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം രഞ്ജിത്ത് മാറി നിൽക്കുന്നില്ല, മാറി നിൽക്കാതിരിക്കുന്നത്. അത്രേ ഉദ്ദേശിച്ചു. ഒരു പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യത്തെ പറ്റി ഇപ്പൊ ഇന്ന് രാവിലെ ശ്വേത മേനോനടക്കം പറഞ്ഞിട്ട് ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ശരിക്കും എപ്പോഴെങ്കിലും അവിടെ തോന്നിട്ടുണ്ട്? ശ്വേത മേനോൻ പറഞ്ഞു? അയ്യോ, അങ്ങനെ പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക്. മാഫിയ ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സമീപിക്കുന്ന ഒരു റൈറ്റർ ഓർ ഡയറക്ടർ ഓർ പ്രൊഡ്യൂസർ, അതിൽ എനിക്ക് താല്പര്യമുള്ള ക്യാരക്ടർ എന്റെ പിന്നെ ഒരാളിനെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ള പോലെ ഇവിടെയുണ്ട്. അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മദർ തെരേസ ആവാൻ പറ്റത്തില്ല, അതുണ്ടാവും. അതിപ്പം എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിദഗ്ധമായിട്ട് ഒഴിയണമെങ്കിൽ ഞാൻ പറയും, അയ്യോ എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ പേയ്മെന്റ് അത് പോരാ എനിക്ക്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിയും. അതുപോലെ ഒരു വലിയ നടനോ നടിയോ പറഞ്ഞു ഒഴിയും എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഇല്ല എനിക്ക് അവരുമായിട്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ ആരെയാണ് വേണ്ടതെന്ന് ചിന്തിക്കും. അപ്പൊ കൂടുതൽ ആവശ്യം ഇന്ന നടനെയാണ് അല്ലെങ്കിൽ നടിയാണെന്ന് പറയുമ്പോൾ അത് നാച്ചുറലി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊപ്പം തന്നെ രഞ്ജിത്തിനെതിരായ ആരോപണത്തിലൊക്കെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു നടി ഉർവശി. അവർ പറയുന്നത്
അമ്മ സംഘടനയുടെ നിലപാട് തെറ്റാണ്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം, സിദ്ദിഖിൻ്റെതായി വന്ന പ്രതികരണം, അത് തെറ്റാണ്. സർക്കാരല്ല നടപടി സ്വീകരിക്കേണ്ടത്, അമ്മ എന്ന സംഘടന തന്നെയാണ്. അടിയന്തരമായ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർക്കണം, അതിൽ ഓരോ അംഗത്തിനും പറയാനുള്ളത് കേൾക്കണമെന്നാണ് ഉർവശി പറയുന്നു. ഒപ്പം രഞ്ജിത്തിനെതിരായ ആരോപണത്തിലും അവർ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. പരാതികളുള്ളവർ രംഗത്തേക്ക് എത്തണമെന്നവർ പറയുന്നു. താൻ ഇരകൾക്കൊപ്പമുണ്ട്, ഇരകൾക്കൊപ്പമാണ് താൻ എപ്പോഴും നിലപാടെടുക്കുന്നത്. തനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളില്ല, പക്ഷേ ഇങ്ങനെ അനുഭവങ്ങളുണ്ട് എന്ന് തുറന്നു പറയുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാകണം നിലപാട്. അതിൽ സർക്കാരല്ല നടപടിയിലേക്ക് പോകേണ്ടത്, സംഘടനയാണ് ആദ്യം കർക്കശമായ നടപടി സ്വീകരിക്കേണ്ടത് എന്നവർ പറയുകയാണ്. ഒപ്പം പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാഫിയ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അതിനെക്കുറിച്ച് തനിക്ക് അറിവില്ല, തനിക്ക് അത്തരം അനുഭവമില്ല, അതാദ്യമായാണ് അത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും അമ്മ എന്ന സംഘടനയുടെ നിലവിൽ അവർ എടുത്തിരിക്കുന്ന നിലപാടിന് രൂക്ഷ വിമർശനമാണ് ഉർവശിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്.